അതിൽ മാത്രമല്ല, ചരിത്രത്തിലാദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ADGP അജിത് കുമാറിനെതിരെ ഞാൻ നിരന്തരമായി പോരാട്ടം നടത്തി. ഇപ്പൊ UPSC ലിസ്റ്റ് നിന്ന് അദ്ദേഹത്തെ തള്ളി. അവസാന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ല. എത്ര വലിയ പോരാട്ടമാണ് നടത്തിയത്. പക്ഷെ ഇന്ന് വരെ CPMന്റെ സെക്രട്ടേറിയറ്റിൽ അജിത് കുമാറിന്റെ പേര് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ നിലമ്പൂർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തപ്പോൾ അജിത് കുമാറിന്റെ വിഷയത്തിൽ എന്താണ് പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്ര താൽപര്യമെന്ന ചോദ്യം ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് വലിയ സന്തോഷം. ഇത് തന്നെ ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് പിണറായി സത്തിനെതിരെയാണ്. അതിന്റെ ഭാഗമാണ് ഈ ചുരൽമല, അതിന്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയോര വന്യമൃഗ വിഷയം, അതിന്റെ ഭാഗമാണ് പോലീസിലെ RSS വൽക്കരണം. അതിന് ഞാൻ ഇവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും എതിർത്ത് പോരാട്ടം നടത്തുന്ന ഈ പിണറായി സത്തിനെതിരെ. എന്തായാലും പിണറായി സത്തിന്റെ ഒരു ഭാഗമാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട RSS വൽക്കരണവും അജിത് കുമാറിന്റെ ഇഷ്യൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ പരാജയമെങ്കിലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആ ഒരു ചർച്ച നടത്താൻ കണ്ണു തുറന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ ഞാൻ ഒരു പരിധിവരെ വിജയിച്ചു. അവിടെ എനിക്ക് വോട്ട് ചെയ്ത പ്രിയപ്പെട്ട സഖാക്കളോട്, നിലമ്പൂരിലെ സഖാക്കളോട് പ്രത്യേകം അതിന് ഞാൻ നന്ദി പറയണം. 1000% അവരെന്നെ ഇപ്പൊ 10,000 വോട്ട് CPMന്റെ ആണെന്ന് പറഞ്ഞില്ലേ. അതിലെന്താ തർക്കം? അതാണ് അത് കേരളത്തിൽ മൊത്തമുള്ള വോട്ട് തന്നെയാണ്. CPMന് അവിടെ ഇപ്പൊ UDFൽ നിന്ന് വന്ന വോട്ടുകളാണ് എനിക്ക് വ്യക്തിപരമായി വന്നിട്ടുണ്ടാവുക വോട്ടുകൾ. മറ്റേ CPMൽ നിന്ന് വന്ന വോട്ട് കേരളത്തിൽ ഒട്ടാകുണ്ട്, 140 മണ്ഡലത്തിലുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. UDFന്റെയും LDFന്റെയും മുഴുവൻ MLAമാരും മന്ത്രിമാരും ഒത്തൊരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് 20,000 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ മിനിമം ×2 ആണ്, അല്ലെങ്കിൽ ×3 ആണ്. അതാണ് വോട്ടിംഗ് പാറ്റേൺ. അതാണ് ഇപ്പൊ ഒന്നുണ്ടായിരുന്ന ചേലക്കര പോയി ഞങ്ങൾ മത്സരിച്ചിട്ട് 4,000 വോട്ട് കിട്ടിയില്ലേ. ഇതേ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 140, 139 MLA മുഖ്യമന്ത്രി 12 ദിവസം അവിടെ താമസിച്ചു. എന്നിട്ട് അവിടുന്ന് 4,000 വോട്ട് PV അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ×3 അടിച്ചു നോക്കും നിങ്ങൾ, 12,000 വോട്ടാണ്. അപ്പൊ ഈ 140 മണ്ഡലങ്ങളിലും 10,000 തൊട്ട് 15,000 വോട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് അത്രയും ജനങ്ങൾ അതിനെ മിനിമം പിന്തുണക്കുന്നുണ്ട്. അത് തന്നെയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവിയിൽ. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും 26-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുമില്ല. ഇനിയും അത് മനസ്സിലാകാതെ ഉറക്കം നടിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും ഒക്കെ അങ്ങനെ പറഞ്ഞു പോട്ടെ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.